നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസത്തെ ചാനൽ ചർച്ചകളും നമ്മളെ പ്രതിഭ MLA സംസാരവും സംസ്കാരവും ഒക്കെ നോക്കിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ ഒരു സൈക്കോളജിക്കൽ വീഡിയോ, എന്തുകൊണ്ടാണ് പ്രതിഭ ഇങ്ങനെ പറയുന്നതെന്നും പ്രതിഭയുടെ മകൻ ഇങ്ങനെ പോയതെന്നും ഭർത്താവ് ആത്മഹത്യ ചെയ്തെന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് സൈക്കോളജിക്കലാണ്, ആരെയും ആക്ഷേപിക്കാനോ മറ്റൊന്നും പറഞ്ഞതല്ല. അത് എന്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബത്തിൽ സംഭവിക്കുന്നതാണ്. അതിന്റെ കാരണം ഞാനൊന്ന് പറഞ്ഞതാണ്. അറിയാവുന്ന കാര്യങ്ങൾ പറയണമല്ലോ, അല്ലാതെ എന്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി പറഞ്ഞതാണ്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. പ്രതിഭ ഇങ്ങനെ ന്യായീകരിച്ച് നടക്കുന്നതിനാണ്. എന്ത് അർഹതയാണ് പ്രതിഭയ്ക്ക് ഇങ്ങനെ ന്യായീകരിച്ച് നടക്കാനും മറ്റുള്ളവരൊക്കെ ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നവരൊക്കെ വർഗീയവാദികളാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതിനാണ്? എന്താ കാര്യമുള്ളത്? നിങ്ങൾ നാറിപ്പോവല്ലേ? സത്യം പറഞ്ഞാൽ നാറിപ്പോവാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ മകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ, FIR ഇട്ടിട്ടുണ്ടെങ്കിൽ, എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ, FIR ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടോ ചാരിറ്റി ചെയ്തു കൊടുത്തിട്ടൊന്നുമല്ല. പബ്ലിക്കായിരുന്നു. കഞ്ചാവ് സൂക്ഷിച്ച് കഞ്ചാവ് വലിച്ചു, മറ്റെന്തോ ലഹരിയൊക്കെ ഉപയോഗിച്ചു, പപ്പായത്തണ്ടില് ലിക്വിഡ് വലിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പപ്പായത്തണ്ടും അതുപോലെ ലിക്വിഡും കഞ്ചാവും ഒക്കെ പിടിച്ചെടുത്തിട്ടാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സ്വാധീനം കൊണ്ട് 90 ഗ്രാം 3 ഗ്രാമായി കുറഞ്ഞിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തു. അതായത് ഒരു സാമൂഹ്യദ്രോഹിയായിട്ട്, സമൂഹത്തിൽ ഒരു സാമൂഹ്യദ്രോഹിയായി പ്രവർത്തിച്ചത് കൊണ്ടാണ് എക്സൈസ് പിടിച്ചത്. സമൂഹത്തിന് നിരക്കാത്ത പണി ചെയ്തത് കൊണ്ടാണ് പോലീസ് പിടിച്ചത്, എക്സൈസ് പിടിച്ചത്. അതുകൊണ്ടാണ് എക്സൈസ് FIR ഇട്ടത്. അല്ലാതെ ഒരു ചാരിറ്റി ചെയ്തുകൊണ്ടോ നിങ്ങളുടെ കുട്ടി ഒരു പുണ്യാളച്ചനായതുകൊണ്ടൊന്നല്ല. അതുകൊണ്ട് ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ ഇവിടെ ബാക്കിയുള്ളവർക്കും അതുപോലെ തലയിൽ കയറിയിരുന്ന് നിരങ്ങാനുള്ള ഒരു അവസരമുണ്ട് എന്ന് ചിന്തിച്ചിട്ട് വേണം ഇതൊക്കെ പറയാൻ. അതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അത് ചിന്തിച്ചില്ല. പകരം തന്റെ മകനെ ഓരോ കേസിൽ പെട്ടു, ഓക്കെ, അവന് ആ കേസിൽ നിന്ന് ഊരിയെടുത്തിട്ട് ഏതെങ്കിലും നല്ലൊരു കൗൺസിലർ അടുത്ത് കൊണ്ടുപോയി ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് അവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അവനൊരു നല്ല നിലയ്ക്ക് മാറാൻ വേണ്ട ഒരു ഡോക്ടർ സഹായം തേടണമെന്നുണ്ട്, ഡോക്ടർ സഹായം തേടി നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം അത് വിളിച്ചു പറയുന്നവരുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങാനും അവരൊക്കെ വർഗീയവാദികളാണ്, അവരൊക്കെ വിഷവിത്തുക്കളാണ്, അവരൊക്കെ പച്ചയിറച്ചി തിന്നുന്നവരാണ് എന്നൊക്കെ ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ അവർ കേട്ടുകൊണ്ടിരിക്കൊന്നുമില്ല. അവർ കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങളുടെ അമ്മായിയുടെ മക്കളൊന്നും അല്ല അവർ നന്നായിട്ട് അതിൽ പ്രതികരിക്കും. അത് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പള്ള നിറച്ച് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു? ചോദിച്ചു വാങ്ങിയതല്ലേ. എന്നിട്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു സംസാരം കേട്ടു. ഒരു മതം, ഏതോ ഒരു പ്രത്യേക പേരുള്ള ആ മതത്തിന്റെ കുഴപ്പമാണ് അത്രേ. ഇതാണ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ പെർഫെക്ഷൻ കൂടിയ ആൾക്കാർക്ക് മതം വിശ്വാസം കുറച്ച് കൂടുതലാണ്. പക്ഷെ അത് ചീഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റലിസ്റ്റുകളാ, തീവ്രവാദികളാ. അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രതിഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മകൻ നല്ലത്, ബാക്കി നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും, ഇവിടുത്തെ ചാനലുകളും പത്രങ്ങളും മുഴുവൻ മോശം. ആരാണ് മോശം? ജനങ്ങൾക്ക് മനസ്സിലാക്കണല്ലോ. എക്സൈസ് കള്ളക്കേസ് എടുത്താണെന്നുണ്ടെങ്കിൽ കള്ളക്കേസ് എടുത്ത എക്സൈസുകാരന്മാരെ മുഴുവൻ പിടിച്ചകത്താക്കണം. അവർ സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്തിട്ട് ഒരു MLA മകനെ, MLA കുടുംബത്തെ കരിവാരി തേക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു കള്ളക്കേസ് ഉണ്ടാക്കി 5-8 കൂട്ടുകാരെയും അവർ വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു, കരിക്കം വെള്ളം കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കരിക്കം വെള്ളത്തെ അവർ കഞ്ചാവാക്കി മാറ്റിയിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കോടതിയിൽ പൊയ്ക്കോ. നിയമം നിങ്ങൾക്കും ബാധകമാണല്ലോ. ഏതായാലും ഈ FIR ഇടുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് ഇടുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ MLA ഒരു മകനാണ് എന്നും അറിഞ്ഞിട്ടും FIR ഇടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാകും. അതുകൊണ്ട് അത് മെഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ആ മെഴുകുന്നതിൽ യാതൊരു കഴമ്പുമില്ല. സത്യത്തിൽ ആ തീവ്രവാദ ഒരു സ്വഭാവമുണ്ട്. ഒരു മതവിഭാഗത്തെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് സ്വന്തം മകൻ കഞ്ചാവ് വലിച്ച് സാമൂഹ്യദ്രോഹി ആയതിന് മറ്റു മതവിഭാഗം എന്തു പഴിച്ചു? എന്താ പഴിച്ചത്? നിങ്ങൾ വളർത്തുദോഷമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവം എന്താണ്, നിങ്ങളുടെ കുട്ടിയുടെ കൂട്ടുകെട്ട് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അന്വേഷിക്കണേ. ഈ പൊതുപ്രവർത്തനം നടത്തുന്നതിന്റെ കൂട്ടത്തിൽ അതും കൂടി ഒന്ന് അന്വേഷിക്കണം. സ്വന്തം മക്കൾ എന്താ ചെയ്യുന്നത്, അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, അവരെന്തെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ, അവരെവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, അവർ ആരോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്, ഒക്കെ നോക്കണ്ടേ. അതിനും കൂടി സമയം കണ്ടെത്തുക. അല്ലാതെ സാമൂഹ്യ സേവനം മാത്രം നടത്തിയാൽ പോരല്ലോ. സമൂഹത്തിൽ സേവിച്ച് നടക്കുന്ന സമയത്ത് സ്വന്തം കുടുംബത്തെ കൂടെ ഒന്ന് സേവിക്കണം. എന്നിട്ട് അതിന് കഴിവില്ലാതെ ഇവിടെ നിന്നിട്ട്, കഴിവില്ല എന്ന് പറയുന്നത് പദവികൾ കുറെ വാങ്ങിയെടുത്തിട്ട് കാര്യമൊന്നുമില്ല. അത് സ്വന്തം കുട്ടീന്റെ കാര്യത്തിൽ തന്നെ. അതാ ഞാൻ വീണ്ടും പറയുന്നത്, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ട് FIR ഇട്ടതല്ല, കഞ്ചാവിനുമായിട്ട് ബന്ധപ്പെട്ട്, മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് FIR ഇട്ടത്. അത് അംഗീകരിച്ചുകൊണ്ട്, അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട്, മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ട്, മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട സ്ഥാനത്ത് മാധ്യമങ്ങളെ മുഴുവൻ ഒരുമാതിരി മേലെ വീട്ടുകാരാക്കി മാറ്റിക്കൊണ്ട്, അതിലുള്ള ആൾക്കാരൊക്കെ, ഏതെങ്കിലും പേരുകാരൊക്കെ വർഗീയവാദികളായതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ കനിവും പ്രതിഭയും ഒക്കെ ഒരു ജാതിക്കാരാണ്, അതുകൊണ്ട് മറ്റവരൊക്കെ വേറെ ജാതിക്കാരായതുകൊണ്ട് അതുകൊണ്ട് പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സത്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഏതായാലും ഇതൊരു നേതാവിന് പറ്റിയ പണിയല്ല.
സ്വന്തം കാര്യത്തിൽ ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ആ അബദ്ധം തിരുത്തി സമൂഹത്തിന് മാതൃകയാകുകയാണ് വേണ്ടത്. ആ സ്ഥാനത്ത് അതിനെ പൊഴുത്തി വെച്ച് സ്വർണം പൂശി വെച്ചിട്ട് ഇത് നല്ലതാണ് പഞ്ചാമൃതമാണെന്ന് പ്രചരിപ്പിക്കുകയല്ല വേണ്ടത്. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തെറ്റ് തിരുത്തണം. തെറ്റ് പറ്റാത്ത ആരാളുള്ളത്? ആരുമില്ല. അതിന് ബാക്കിയുള്ളവരുടെ മുകളിൽ കയറുമ്പോൾ സത്യത്തിൽ ട്രോളുകൾ വാങ്ങിക്കൂട്ടും, ബാക്കിയുള്ളവർ പൊങ്കാലയിടും. അതിന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അനുഭവിക്കുക. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ഒരു ജനപ്രതിനിധി ആയിരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന്. എങ്ങനെയൊക്കെയോ പഞ്ചായത്ത് പ്രസിഡന്റായി, പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി, ഇപ്പൊ MLA ആയി. ആ പഞ്ചായത്തിലെയും ആ ജില്ലാ പഞ്ചായത്തിലെയും ആ മണ്ഡലത്തിലെയും ജനങ്ങളുടെ ദുരിതം എന്നേ പറയാനുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇതാണ് നിലപാടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊതുരംഗത്ത് നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. Different angles. Don't forget to subscribe and support this channel.